ലോക്സഭാ ഇലക്ഷൻ 2024 ഫലപ്രഖ്യാപനം ജൂൺ 4 വരാനിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപായി ഇന്ത്യയിലെ 36 സ്ഥലങ്ങളിലെ, അതായത് വിവിധ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും അടക്കമുള്ള 36 സ്ഥലങ്ങളിലെ രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചതിന് ശേഷമുള്ള ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആകെ 543 സീറ്റുകളിലാണ് മത്സരം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, അതായത് 80 സീറ്റുകൾ വരെയുള്ള ഉത്തർപ്രദേശ് മുതൽ 1 സീറ്റ് വരെയുള്ള പുതുച്ചേരി വരെയുള്ള ലിസ്റ്റാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യമേ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ആരംഭിക്കാം. 80 സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ നിർമ്മിച്ച അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പിൻബലത്തോടെ വളരെയധികം വോട്ട് സ്വാധീനിക്കാമെന്ന കരുതലിലാണ് NDA മുന്നണി ഉത്തർപ്രദേശിലുള്ളത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് BJP ഉത്തർപ്രദേശിൽ മത്സരത്തിനിറങ്ങുന്നത്. നിയമസഭയിൽ 107 MLA-മാരുള്ള അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ പിൻബലത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. ഒരു കാലത്ത് UP-യുടെ മുഖ്യമന്ത്രിയായ മായാവതിയുടെ നേതൃത്വത്തിലുള്ള BSP മത്സര രംഗത്തുണ്ട്. ഒവൈസിയുടെ പാർട്ടിയായ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയും മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. ഒപ്പീനിയൻ പോളിന്റെ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 80 സീറ്റിൽ 60 സീറ്റുകൾ NDA മുന്നണിക്കും 20 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 NDA മുന്നണിക്ക് 64 സീറ്റുകളാണ് ലഭിച്ചത്. SP-യും BSP-യും ചേർന്ന് മഹാഗഠബന്ധൻ എന്ന പേരിൽ മത്സരിച്ചപ്പോൾ 15 സീറ്റുകൾ നേടുകയും UPA-യ്ക്കായി സോണിയാഗാന്ധിയുടെ ഒരേയൊരു സീറ്റുമാണ് 2019 ലഭിച്ചിരുന്നത്. BJP തരംഗമുണ്ടായിരുന്ന 2019 15 സീറ്റുകൾ BSP-യും SP-യും ചേർന്ന് നേടാനായെങ്കിൽ ഈ തവണ 5 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ SP-യുടെ പിൻബലത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള, അതായത് 48 സീറ്റുകൾ വരെയുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് കിടക്കാം. വളരെ ശക്തിയായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണാണ് മഹാരാഷ്ട്ര. അതിൻ്റെ കാരണം എന്തെന്നാൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളായ ശിവസേനയും നാഷണൽ കോൺഗ്രസ് പാർട്ടിയായ NCP-യും രണ്ടായി പിളർന്ന് 2 ചേരിയിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഏറെക്കാലം BJP-യോടൊപ്പം നിന്ന് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ത്യ മുന്നണിക്കൊപ്പവും ഏക്നാഥ് ഷിൻഡെ വിഭാഗം BJP-യിലെ NDA മുന്നണിക്കൊപ്പമാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായ NCP-യിലെ അജിത് പവാർ പക്ഷം NDA മുന്നണിയിലേക്ക് കൂറുമാറിയപ്പോൾ NCP-യുടെ ശരത് പവാർ പക്ഷം ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ശരത് പവാറിന്റെ മകളായ സുപ്രിയ സ്യൂളാണ് NCP-യെ നയിക്കുന്നത്. 48 സീറ്റിൽ പൃഥ്വിരാജ് ചൗഹാൻ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 17 സീറ്റിലും ഉദ്ധവ് താക്കറെയുടെ ശിവസേന 21 സീറ്റിലും ശരത് പവാറിന്റെ പാർട്ടിയായ NCP 10 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. NDA മുന്നണിക്കായി BJP 28 സീറ്റിലും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 15 സീറ്റിലും അജിത് പവാർ പക്ഷമായ NCP 4 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ വിധിയിലേക്ക് വന്നാൽ 25 സീറ്റുകൾ NDA മുന്നണിക്കും 23 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 2019 BJP-യുടെ 23 സീറ്റുകളും ശിവസേനയുടെ 18 സീറ്റുകളും അടക്കം 41 സീറ്റിലാണ് NDA മുന്നണി വിജയിച്ചത്. UPA-ക്ക് ലഭിച്ചതാകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1 സീറ്റും NCP-യുടെ 4 സീറ്റും അടക്കം 5 സീറ്റുകൾ മാത്രമായിരുന്നു. അവശേഷിക്കുന്ന 1 സീറ്റ് ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി നേടുകയും ചെയ്തു. 42 സീറ്റുകളുള്ള വെസ്റ്റ് ബംഗാളിലേക്ക് വന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ആദ്യം ഇന്ത്യ മുന്നണിയിലായിരുന്നെങ്കിൽ സീറ്റ് ഷെയറിന്റെ തർക്കത്തെ തുടർന്ന് ഇന്ത്യ മുന്നണി വിട്ട് തനിച്ചു മത്സരിക്കാനാണ് പിന്നീട് തീരുമാനിച്ചത്. 42 സീറ്റിലും തൃണമൂൽ കോൺഗ്രസും BJP-യും നേർക്കുനേർ പോരാടുമ്പോൾ സെക്യുലർ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന പേരിൽ ഇടതു പാർട്ടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നിച്ചാണ് 42 സീറ്റുകളിൽ മത്സരിക്കുന്നത്. മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ CPI-എം 23 സീറ്റിലും അധിർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12 സീറ്റിലും സ്വപ്ന ബാനർജിയുടെ നേതൃത്വത്തിൽ CPI 2 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 2019 ഇലക്ഷനിൽ 22 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിനും 18 സീറ്റുകൾ BJP-ക്കും 2 സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമാണ് ലഭിച്ചത്. ഈ അഭിപ്രായ സർവേയുടെ വിധി പ്രഖ്യാപിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ 18 സീറ്റുകൾ NDA-ക്കും 2 സീറ്റുകൾ കോൺഗ്രസിനും 22 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ബീഹാറിലേക്ക് വന്നാൽ വളരെയധികം നാടകീയ രംഗങ്ങൾക്ക് മാറ്റുരച്ച ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഇന്ത്യ മുന്നണിയുടെ തുടക്കക്കാരൻ തന്നെയായിരുന്ന നിതീഷ് കുമാറിന്റെ JDU പാർട്ടി ആദ്യം ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ നേതൃത്വം നൽകുകയും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA-യിലേക്ക് കൂറുമാറുകയും ചെയ്ത ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ.
അധികാരം നിലനിർത്താൻ വേണ്ടി ഓരോ തവണയും കൂറുമാറിക്കൊണ്ടിരിക്കുന്നുവെന്ന ജനവിരുദ്ധ വികാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിതീഷ് കുമാർ NDAയിലേക്ക് കൂറുമാറിയത്. ഈ ചാഞ്ചാട്ടത്തിലൂടെ തന്നെയാണ് ബീഹാറിന്റെ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ചീഫ് മിനിസ്റ്റർ എന്ന പദവി നിതീഷ് കുമാർ നേടിയെടുത്തത്. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ, അതായത് 243 മണ്ഡലങ്ങളിൽ 84 MLAമാരുള്ള ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവ് നയിക്കുന്ന RJD പാർട്ടിയാണ് ഏറ്റവും ശക്തിയായ പ്രതിപക്ഷമായി ബീഹാറിൽ നിലനിൽക്കുന്നത്. RJDയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് ഇടത് പാർട്ടികളും ചേർന്നാണ് ഇന്ത്യ മുന്നണിയായി ബീഹാറിൽ മത്സരിക്കുന്നത്. NDA മുന്നണിക്കായി BJPയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ചിരാഗ് പാസ്വാന്റെ LJP പാർട്ടിയും ഒന്നിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ NDAയ്ക്ക് 40-ൽ 39 സീറ്റുകൾ നേടാനായപ്പോൾ മഹാഗഠബന്ധന് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഈ ഒപ്പീനിയൻ പോളിൽ തേജസ്വി യാദവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒന്നുചേർന്ന് ഇന്ത്യ മുന്നണിയെ മത്സരിക്കുന്നത് കൊണ്ടും 21 സീറ്റുകൾ വരെ ബീഹാറിൽ നേടാനാകുമെന്നാണ് വിലയിരുത്തുന്നത്. NDA മുന്നണിക്ക് 19 സീറ്റുകൾ ലഭിക്കും. അടുത്തതായി 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിലേക്ക് കിടക്കാം. ജയലളിതയുടെ വിയോഗത്തിന് ശേഷം എതിരാളികളില്ലാതെ ശക്തമായി കുതിക്കുകയാണ് MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK പാർട്ടി. 2019-ൽ 39-ൽ 38 സീറ്റ് നേടിയാണ് DMK, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇടതു പാർട്ടികളടങ്ങുന്ന സഖ്യം വിജയിച്ചത്. അവശേഷിക്കുന്ന 1 സീറ്റ് AIADMK വഴി NDA മുന്നണിയിലെത്തുകയും ചെയ്തു. എന്നാൽ AIADMK തവണ തനിച്ചാണ് മത്സരിക്കുന്നത്. അതുപോലെ NDA മുന്നണിക്കായി DMK ആകെ 39 സീറ്റിൽ 22 സീറ്റിലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 9 സീറ്റിലും, CPI 2 സീറ്റിലും, CPIM 2 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. NDA മുന്നണിക്കായി BJP 19 സീറ്റിലാണ് മത്സരിക്കുന്നത്. AIADMKയിൽ നിന്ന് പിരിഞ്ഞുപോയ O പനീർസെൽവം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് NDA പിന്തുണയോടെയാണ്. ഇലക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 39 സീറ്റിൽ 36 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുകയും അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള NDA 2 സീറ്റ് നേടുകയും അവശേഷിക്കുന്ന 1 സീറ്റ് AIADMK നേടുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ ഹൃദയഭൂമിയായ മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശിലേക്ക് വന്നാൽ ആകെ 29 സീറ്റുകളാണ് ഇവിടെയുള്ളത്. ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. 2019-ലെ റിസൾട്ട് പ്രകാരം ആകെയുള്ള 29 സീറ്റിൽ 28 സീറ്റ് നേടിയാണ് BJPയുടെ കരുത്ത് തെളിയിച്ചത്. 1 സീറ്റ് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇവിടെ നേടാനായത്. നിയമസഭാ ഇലക്ഷനിലും ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച BJP ഈ ലോക്സഭാ ഇലക്ഷനിലും കഴിഞ്ഞ തവണത്തെ അതേ നില നിലനിർത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 29 സീറ്റിൽ NDA 28, ഇന്ത്യ മുന്നണി 1 സീറ്റ്. അടുത്തതായി സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. ആകെ 28 സീറ്റുകളാണ് കർണാടകയിലുള്ളത്. DK ശിവകുമാർ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ HD കുമാരസ്വാമി നയിക്കുന്ന JDSഉം ഭാരതീയ ജനതാ പാർട്ടിയും ഒന്നിക്കുന്ന NDA മുന്നണിയാണ് മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ JDSുമായുള്ള കൂട്ടുകെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റെണ്ണം കുറയ്ക്കുമെന്ന വിലയിരുത്തലാണ് പിന്നീട് നടന്നത്. കാരണം എന്തെന്നാൽ JDSന്റെ നേതാവായ HD രേവണ്ണയുടെ മകനായ പ്രജുൽ രേവണ്ണ അകപ്പെട്ട സെക്സ് സ്കാൻഡൽ വിവാദം കർണാടകയിൽ ആളിക്കത്തുകയാണ്. പ്രജുൽ രേവണ്ണയാകട്ടെ ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നുമുണ്ട്. 2019-ൽ ആകെ 28 സീറ്റിൽ 25 സീറ്റ് നേടി ഭാരതീയ ജനതാ പാർട്ടി വൻ വിജയം കൈവരിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയുടെയും കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ NDA മുന്നണി ആകെ 28 സീറ്റിൽ 15 സീറ്റുകൾ നേടുകയും ഇന്ത്യ മുന്നണി 13 സീറ്റുകൾ നേടുകയും ചെയ്യും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആകെ 26 സീറ്റുകളുള്ള ഗുജറാത്തിൽ 2019-ൽ 26 സീറ്റ് നേടിക്കൊണ്ടാണ് BJPയുടെ കരുത്ത് തെളിയിച്ചത്. ഇത്തവണ ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നിച്ചാണ് ഇവിടെ മത്സരിക്കുന്നത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ 26-ൽ 26 സീറ്റും NDA മുന്നണി തന്നെ നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി 25 സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആന്ധ്രാപ്രദേശ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന YS ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSRCP ഇത്തവണയും ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ വേരറ്റുപോയ പ്രതാപം വീണ്ടെടുക്കാൻ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ YS ശർമ്മളയാണ് ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. NDA മുന്നണിയാകട്ടെ സീറ്റെണ്ണം കൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽ മുൻപന്തിയിൽ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്.
കാരണം എൻ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന തെലുങ്കുദേശം പാർട്ടിയും തെലുങ്ക് സൂപ്പർ സ്റ്റാർ പവൻ കല്യാൺ നയിക്കുന്ന ജനസേന പാർട്ടിയും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം NDA മുന്നണിയിൽ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. ആകെ 25 സീറ്റിൽ TDP 17 സീറ്റിലും BJP 6 സീറ്റിലും ജനസേന പാർട്ടി 2 സീറ്റിലും മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 23 സീറ്റിലും CPIM 1 സീറ്റിലും CPI 1 സീറ്റിലും മത്സരിക്കുന്നു. YSR കോൺഗ്രസ് ആണെങ്കിൽ ആകെ 25 സീറ്റിൽ എല്ലാ സീറ്റിലും തനിച്ച് തന്നെയാണ് മത്സരിക്കുന്നത്. 2019 റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 25 സീറ്റിൽ 22 സീറ്റ് നേടി YSR കോൺഗ്രസ് പാർട്ടി വളരെ ഉയർന്ന വിജയം കൈവരിച്ചു. തെലുങ്കുദേശം പാർട്ടിക്ക് 3 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണത്തെ പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 25 സീറ്റിൽ 10 സീറ്റുകൾ NDA മുന്നണിക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 14 സീറ്റുകൾ YSR കോൺഗ്രസിനും ലഭിക്കും. കഴിഞ്ഞ തവണ അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതിരുന്ന BJPക്ക് TDPയും ജനസേന പാർട്ടിയും ഒന്നിച്ചുള്ള മുന്നേറ്റം 10 സീറ്റുകൾ വരെ നേടിക്കൊടുക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി 25 സീറ്റുകളുള്ള രാജസ്ഥാനിൽ BJPയും കോൺഗ്രസും നേർക്കുനേരാണ് ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ നീണ്ടുനിന്ന തർക്കങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷന് കോൺഗ്രസ് മത്സരത്തിനിറങ്ങുന്നത്. 2019 25 സീറ്റും NDA മുന്നണിയാണ് കരസ്ഥമാക്കിയത്. രാജസ്ഥാനിലെ ജാട്ട് വിഭാഗത്തെപ്പറ്റിയുള്ള വിവാദ പരാമർശങ്ങളും ആന്റി ഇൻകംബൻസിയും ചേർന്നാൽ 4 സീറ്റെങ്കിലും BJPക്ക് രാജസ്ഥാനിൽ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ NDA മുന്നണിക്ക് 21ഉം ഇന്ത്യ മുന്നണി 4 സീറ്റും വരെ നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി 21 സീറ്റുകളുള്ള ഒഡീഷയിലേക്ക് കിടക്കാം. ഒഡീഷ എന്നാൽ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ പാർട്ടിയാണ്. കഴിഞ്ഞ 24 വർഷമായി ചീഫ് മിനിസ്റ്ററായി തുടരുകയാണ് നവീൻ പട്നായിക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 147ൽ 111 സീറ്റുകളും നേടി വലിയ വിജയമാണ് BJDക്ക് ഇവിടെ ലഭിച്ചത്. ഈ തവണത്തെ 21 സീറ്റിലും തനിച്ച് തന്നെയാണ് ബിജു ജനതാദൾ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കായി 20 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തി മോർച്ച 1 സീറ്റിലും മത്സരിക്കുന്നു. BJP 21 സീറ്റിൽ തനിച്ചും മത്സരിക്കുന്നു. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 21 സീറ്റിൽ 16 സീറ്റുകൾ നേടി ബിജു ജനതാദൾ കരുത്തറിയിക്കും. 5 സീറ്റുകൾ NDA മുന്നണിക്ക് ലഭിക്കും. അടുത്തതായി 20 സീറ്റുകളുള്ള കേരളം. മുന്നണി സമവാക്യങ്ങളില്ലാതെയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ കേരളത്തിൽ മത്സരിക്കുന്നത്. K സുധാകരനും VD സതീശനും നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും RSPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒന്നുചേർന്നാണ് UDFനായി മത്സരിക്കുന്നത്. ഇടതുമുന്നണിക്കായി കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്ന് നയിക്കുന്ന CPIMഉം CPI പാർട്ടിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. NDA മുന്നണിക്കായി BJPയും BDJSഉം ഒന്നിച്ച് മത്സരിക്കുന്നു. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ 20ൽ 19 സീറ്റ് വരെ ഇന്ത്യ മുന്നണി ഇവിടെ നേടും. ആദ്യമായി BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി കേരളം വിലയിരുത്തപ്പെടുന്നു. അതിനായി തൃശ്ശൂരും തിരുവനന്തപുരവും ശക്തിയേറിയ മത്സരമാണ് BJP ഇത്തവണ കാഴ്ചവെച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന മുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. LDFന്റെ ആയാലും UDFന്റെ ആയാലും വിജയം ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നതിനാൽ 20 സീറ്റിൽ 19 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്കും NDA മുന്നണിക്ക് 1 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്തതായി രേവന്ത് റെഡ്ഡി തരംഗം ആഞ്ഞടിച്ച തെലങ്കാനയിൽ 17 സീറ്റുകളാണുള്ളത്. K ചന്ദ്രശേഖർ റാവു നയിക്കുന്ന BRSൽ നിന്നും ഭരണം തിരിച്ചെടുത്ത രേവന്ത് റെഡ്ഡി തന്നെയാണ് ഇന്ത്യ മുന്നണിയെ തെലങ്കാനയിലും നയിക്കുന്നത്. BJPയും ഒവൈസിയുടെ പാർട്ടിയായ AIMIMഉം ഇവിടെ ശക്തമായ സ്വാധീനം തെളിയിച്ചു വരുന്നു. മുന്നണി സമവാക്യങ്ങളില്ലാതെ 17 സീറ്റിലും ഇന്ത്യ മുന്നണിയും BRSഉം NDAയും ഇവിടെ മത്സരിക്കുന്നു. 2019 ആകെ 17 സീറ്റിൽ 9 സീറ്റുകൾ നേടി BRS തന്നെയാണ് വിജയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 3 സീറ്റും BJPക്ക് 4 സീറ്റും ഒവൈസിയുടെ പാർട്ടിക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 119ൽ 69 സീറ്റ് നേടി ഇന്ത്യ മുന്നണിയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയായി BRSഉം 34 സീറ്റുകളാണ് ഇവർ നേടിയത്. BJPക്ക് 8 സീറ്റുകളും AIMIMന് 7 സീറ്റുകളുമാണ് ലഭിച്ചത്.
തെലങ്കാനയുടെ പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണി 11 സീറ്റും NDA മുന്നണിക്ക് 3 സീറ്റും മറ്റുള്ളവർക്ക് 3 സീറ്റും നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി CAA NRC വിഷയങ്ങൾ ചർച്ചയാകുന്ന 14 സീറ്റുകളുള്ള അസമിലേക്ക് നോക്കാം. ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യ മുന്നണിയും നേർക്കുനേർ തന്നെയാണ് അസമിൽ പോരാടുന്നത്. 126 നിയോജക മണ്ഡലങ്ങളിൽ 79 സീറ്റുകൾ നേടി NDA മുന്നണിയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. 2019 14 സീറ്റിൽ 9 സീറ്റുകളാണ് NDA മുന്നണി നേടിയത്. UPAക്ക് 3 സീറ്റുകളാണ് ലഭിച്ചത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ 14 സീറ്റിൽ 11 സീറ്റുകൾ NDA മുന്നണിക്കും 3 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. 13 സീറ്റുകളുള്ള ജാർഖണ്ഡിലേക്ക് വന്നാൽ ഷിബു സോറൻ, ഹേമന്ത് സോറൻ, ചെമ്പൈ സോറൻ എന്നിവർ നയിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയുടെ പിൻബലത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും RJDയും CPIMലും ചേർന്ന് ഇന്ത്യ മുന്നണിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതും ജാർഖണ്ഡ് ഭരിക്കുന്നതും. 2019 ഇലക്ഷനിൽ 14 സീറ്റിൽ 11 സീറ്റും നേടി NDA മുന്നണിയാണ് വിജയം വരിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം നടക്കുന്ന ജാർഖണ്ഡിൽ ആകെ 14 സീറ്റിൽ 8 സീറ്റുകൾ NDA മുന്നണിക്കും 6 സീറ്റുകൾ ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി 13 സീറ്റുകളുള്ള പഞ്ചാബ്. ഡൽഹിക്ക് ശേഷം ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്ത മറ്റൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. ചീഫ് മിനിസ്റ്റർ ഭഗവത് മാന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 117 സീറ്റിൽ 91 സീറ്റും നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 2019 ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 8 സീറ്റും ശിരോമണി അകാലിദളിന് 2 സീറ്റും ഭാരതീയ ജനതാ പാർട്ടിക്ക് 2ഉം ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കർഷക പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൻ്റെ ഭരണം നേടിയെടുത്തു. പഞ്ചാബിലെ BJPയുടെ ശക്തി കൊഴിഞ്ഞുപോയെന്ന ധാരണയാലും BJP ഇനിയൊരു ശക്തിയായി വളരാതിരിക്കാനുമായി ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ലേബലിലല്ല പഞ്ചാബിൽ മത്സരിക്കുന്നത്. ഇരുവരും 13 സീറ്റിലും തനിച്ച് നേർക്കുനേർ തന്നെയാണ് മത്സരിക്കുന്നത്. കൂടെ ശിരോമണി അകാലിദളും BJPയും 13 സീറ്റിൽ തന്നെ മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയായി ഒന്നിച്ച് മത്സരിക്കാത്തതുകൊണ്ട് തന്നെ NDAക്ക് 2 സീറ്റെങ്കിലും പഞ്ചാബിൽ നിന്ന് ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇന്ത്യ മുന്നണിക്ക് 10ഉം ശിരോമണി അകാലിദളിന് 1 സീറ്റും ലഭിക്കും. അടുത്തതായി 11 സീറ്റുള്ള ഛത്തീസ്ഗഡിൽ നിലവിൽ 90 സീറ്റുകളിൽ 54 സീറ്റുകൾ നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയാണ് വിജയിച്ചത്. 2019 MP ഇലക്ഷനിൽ 11 സീറ്റിലും 9 സീറ്റ് നേടുക BJP തന്നെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഛത്തീസ്ഗഡിൻ്റെ റിസൾട്ടിലേക്ക് വന്നാൽ NDAക്ക് 10 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് 1 സീറ്റുമാണ് ആകെയുള്ള 11 സീറ്റിൽ ലഭിക്കുക. അടുത്തതായി 10 സീറ്റുകളുള്ള ഹരിയാന. സ്വതന്ത്ര MLAമാർ BJPയിൽ നിന്നും കൂറുമാറിയതിൻ്റെ അനിശ്ചിതത്വത്തിന് പിന്നാലെയാണ് ഇലക്ഷൻ നടക്കുന്നത്. ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് ഇന്ത്യ മുന്നണിയായി തന്നെയാണ് ഹരിയാനയിൽ മത്സരിക്കുന്നത്. 2019 ആകെ 10 സീറ്റിൽ 10 സീറ്റും നേടിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഹരിയാനയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 47 സീറ്റുകൾ നേടി NDA മുന്നണിയാണ് ഭരിക്കുന്നത്. ആകെയുള്ള 90 സീറ്റിൽ 34 സീറ്റുകൾ നേടാൻ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് സാധിച്ചത്. ആം ആദ്മി പാർട്ടി വളർന്നു വരുന്ന ഒരു സംസ്ഥാനം കൂടിയായ ഹരിയാനയിൽ ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ പ്രഡിക്ഷൻ റിസൾട്ടിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാമെന്ന് വിലയിരുത്തുന്നു. 7 സീറ്റുകൾ BJPക്ക് ലഭിക്കും. അടുത്തതായി ആം ആദ്മി പാർട്ടി ആരംഭം കുറിച്ച 7 സീറ്റുകളുള്ള ഡൽഹിയിലേക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 61 സീറ്റും നേടിയാണ് ആം ആദ്മി പാർട്ടി ഇവിടെ ഭരിക്കുന്നത്. എന്നാൽ 2019 ഇലക്ഷനിൽ ആകെയുള്ള 7 സീറ്റിൽ 7 സീറ്റും നേടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വിജയിച്ചത്. അതിനാൽ തന്നെ ഈ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചുള്ള ഇന്ത്യ മുന്നണി സഖ്യം വളരെ അനിവാര്യമായ ഒരു സംസ്ഥാനമാണ് ഡൽഹി. ആകെയുള്ള 7 സീറ്റിൽ 7ലും BJP തനിച്ചാണ് മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയാകട്ടെ 7-ൽ 4 സീറ്റ് ആം ആദ്മി പാർട്ടിയും 3 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായുള്ള മത്സരം കൊണ്ടും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനം കൊണ്ടും ശ്രദ്ധേയമായ ഡൽഹിയിൽ ഇത്തവണ 5 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് നേടാനാകുമെന്നാണ് വിലയിരുത്തുന്നത്. 2 സീറ്റുകൾ NDA മുന്നണിക്ക് ലഭിക്കും. ഇനിയുള്ള സംസ്ഥാനങ്ങളെല്ലാം 5-ൽ താഴെ സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനങ്ങളാണ്. ആദ്യമായി ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ തവണ 5 സീറ്റിൽ 5ഉം BJPയാണ് നേടിയത്. ഉത്തരാഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 70-ൽ 47 സീറ്റുകൾ നേടി BJP തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ടിലേക്ക് വന്നാലും ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും NDA തന്നെ നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി 5 സീറ്റുകൾ തന്നെയുള്ള ജമ്മു ആൻഡ് കാശ്മീർ.
ആർട്ടിക്കിൾ 370 എടുത്തു കളയുകയും നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തതിനാലും ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. 5 സീറ്റുകൾ ജമ്മു ആൻഡ് കാശ്മീരിലും 1 സീറ്റ് ലഡാക്കിലുമാണുള്ളത്. 2019 തിരഞ്ഞെടുപ്പിൽ ഒമർ അബ്ദുള്ളയുടെ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടി 6-ൽ 3 സീറ്റുകളും BJP 3 സീറ്റുകളുമാണ് നേടിയത്. ഇത്തവണ ഒമർ അബ്ദുള്ളയുടെ പാർട്ടി ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് മത്സരിക്കുന്നത്. ആകെ 5 സീറ്റിൽ JKNC 3 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 സീറ്റിലും മത്സരിക്കുന്നു. എന്നാൽ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടും BJP 2 സീറ്റിൽ മാത്രമാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ മത്സരിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ 1 സീറ്റ് NDA നേടുകയും മറ്റുള്ള 4 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്തതായി 4 സീറ്റുകളുള്ള ഹിമാചൽ പ്രദേശിലേക്ക് വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 34 സീറ്റോടെ ആകെ 68 സീറ്റിൽ അവിടെ ഭരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ 2019 ലോക്സഭാ ഇലക്ഷനിൽ ആകെയുള്ള 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4ഉം BJP തന്നെയാണ് നേടിയത്. ഹിമാചലിൻ്റെ വിധിയിലേക്ക് വന്നാൽ ആകെ 4 സീറ്റിൽ 3 സീറ്റ് വരെ NDA മുന്നണിക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് വിലയിരുത്തുന്നത്. ഇനി അവശേഷിക്കുന്നത് 14 സ്ഥലങ്ങളാണ്. ഇവിടെയെല്ലാം 2 വാതിൽ താഴെ മാത്രം മണ്ഡലങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവയെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. അരുണാചൽ പ്രദേശിൽ ആകെയുള്ള 2 സീറ്റിൽ 2ഉം NDAയ്ക്കും, ഗോവയിലെ 2-ൽ 2ഉം NDAയ്ക്ക് തന്നെ, മണിപ്പൂരിൽ 2-ൽ 1 സീറ്റ് NDAയ്ക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിയും നേടും. മേഘാലയയിൽ 2 സീറ്റിൽ 1 NDA 1 ഇന്ത്യ മുന്നണി, ത്രിപുരയിൽ 2 സീറ്റിൽ 2 സീറ്റും NDA മുന്നണിക്കും, ദാദ്ര ആൻഡ് നഗറിൽ 2-ൽ 2 സീറ്റും NDA മുന്നണിയും നേടും. മിസോറാമിൽ 1 സീറ്റ് അദേഴ്സ് നേടുകയും നാഗാലാൻഡിൽ 1 സീറ്റിൽ NDA നേടുകയും, സിക്കിമിൽ 1 സീറ്റ് NDAയ്ക്കും, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ 1 സീറ്റ് NDAയ്ക്കും, ചണ്ഡീഗഡിലും ലഡാക്കിലും ഓരോ സീറ്റ് വീതം NDAയ്ക്കും ലഭിക്കും. ലക്ഷദ്വീപിൽ 1 സീറ്റ് അദേഴ്സിനും, പുതുച്ചേരിയിൽ ഇത്തവണ DMK നേരിട്ട് തന്നെ മത്സരിക്കുന്നതിനാൽ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. അങ്ങനെ അവസാന വിധിയിലേക്ക് വന്നാൽ ആകെ 543 സീറ്റിൽ 297 സീറ്റുകൾ നേടി NDA മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണിക്ക് ആകെ 543 സീറ്റിൽ 187 സീറ്റുകളാണ് ലഭിക്കുക. മറ്റുള്ളവർക്ക് 59 സീറ്റുകളും. ഇരു മുന്നണികളിലും ചേരാത്തവരാണ് ഈ 59 പേരും. ഇവരിൽ പ്രധാനപ്പെട്ടവർ വെസ്റ്റ് ബംഗാളിൽ നിന്നും മമതാ ബാനർജിയും, ആന്ധ്രാപ്രദേശിൽ നിന്ന് YSR കോൺഗ്രസും, ഒഡീസയിൽ നിന്ന് ബിജു ജനതാദളുമാണ്. 2024 MP ഇലക്ഷൻ പ്രഡിക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി ജൂൺ 4 വരെ കാത്തിരിക്കാം യഥാർത്ഥ വിധിക്കായി.